Hi friends, welcome to Pratapjit. ഇന്നൊരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ്. ഷാമിയുടെ Mi 10 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. Mi 10 5G. Mi സീരീസ് ഫോണുകൾ ഇന്ത്യയിലേക്ക് വീണ്ടും തിരിച്ചുവരവ് നടത്തും, അല്ലെങ്കിൽ Mi 10 എന്ന ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കുറേ നാളായി. ഒരുപാട് ഡിലേസ് വന്നു, നമുക്കറിയാം. കോവിഡിന്റെ ഒരു ലോക്ക്ഡൗൺ ഒക്കെ തുറന്ന് ഒരുപാട് ഡിലേ വന്നു. അതിനുശേഷം ഇപ്പോൾ അവർ ഫൈനലി ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു നല്ല ഫ്ലാഗ്ഷിപ്പ് ഫോൺ, ഷാമിയുടെ ഒരു നല്ല ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ഇതിന്റെ ഡിസൈനും ഡിസ്പ്ലേയും ഒക്കെ തന്നെയാണ്. നല്ല സ്റ്റൈലിഷ് ആയ ഡിസൈനിലാണ് ഈ ഒരു ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത്. കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇമേജിൽ കാണാം. നല്ല കർവ്ഡ് ഡിസ്പ്ലേ, AMOLED ഡിസ്പ്ലേ തന്നെയാണ്. 19.5:9 ആസ്പെക്ട് റേഷ്യോയിൽ ഒരു 92% എബവ് ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. ചെറിയൊരു പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് മാത്രമാണ് സെൽഫിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വളരെ കൂടിയ ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഒരു ഫോണിനുള്ളത്. എന്തായാലും നല്ല കർവ്ഡ് AMOLED ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റൈലിലാണ് ഈ ഒരു ഫോൺ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. റിയർ സൈഡും നല്ല ലുക്കുള്ള ഒരു സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. സോ ഒരു ഫുൾ HD ഡിസ്പ്ലേ നമുക്ക് 50,000 രൂപ റേഞ്ചിലാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എങ്കിലും ഇവിടെ ക്വാഡ് HD അങ്ങനെയുള്ള സെറ്റപ്പുകൾക്കൊന്നും പോയിട്ടില്ല. ഫുൾ HD തന്നെയാണ് ഡിസ്പ്ലേ. എങ്കിലും നല്ല ബ്രൈറ്റ്നസ് ലെവൽ കൂടിയ ഒരു ഡിസ്പ്ലേ. ഷവമി ഇതുവരെ അവതരിപ്പിച്ചുള്ളതിൽ വെച്ച് ഏറ്റവും ബ്രൈറ്റ്നസ് കൂടിയ ഒരു ഫോണാണെന്നാണ് പറയുന്നത്. 90 Hz റീഫ്രഷ് റേറ്റും 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഒക്കെ ആയിട്ട് നല്ല ഒരു പവർഫുള്ളായ ഡിസൈനും ഡിസ്പ്ലേയും. എന്തായാലും ആ ഒരു ഭാഗത്തിൽ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല, അല്ലെങ്കിൽ ഒരു പോരായ്മയായിട്ട് നമുക്കൊന്നും തന്നെ തോന്നുന്നില്ല. ഇനി ഇതിന്റെ തിക്നെസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 8.96, വെയിറ്റ് ആണെങ്കിൽ 208 ഗ്രാം. അപ്പോൾ നമുക്ക് 208 ഗ്രാം എന്ന് പറയുമ്പോൾ 200 ഗ്രാമിന് മുകളിൽ വരുമ്പോൾ ഇത്തിരി വെയിറ്റ് കൂടിയ ഫോണെന്നാണ് പറയുക. ഓക്കെ, ഇതും ഒരു ഇച്ചിരി വെയിറ്റ് കൂടിയ ഫോൺ ആയിരിക്കും. എന്തായാലും ഇങ്ങനെയാണ് ഇതിന്റെ തിക്നെസ്സും വെയിറ്റ് ഒക്കെ വരുന്നത്. പിന്നെ ഇതിനകത്ത് സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിലും താഴെയും ഒരുപോലെയുള്ള സ്പീക്കറാണ്, പവർഫുൾ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ iPhone 11 11 Pro ഒക്കെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ എടുത്ത് നോക്കിയാൽ തന്നെ മെയിൻ സ്പീക്കർ നല്ല പവർഫുള്ളും മുകളിലുള്ള ഇയർപീസ് ഇച്ചിരി പവർ കുറഞ്ഞ സംഭവമായിരിക്കും. രണ്ടും ഡുവൽ സ്റ്റീരിയോ സ്പീക്കറായിട്ട് വർക്ക് ചെയ്യുമെങ്കിലും അത് ഒരു പവർ കുറഞ്ഞതായിരിക്കും ടോപ്പിലെ സ്പീക്കർ. പക്ഷേ ഇവരുടെ ഫോണിൽ മുകളിലും താഴെയും ഒരുപോലെ ഒരേ പവറിലുള്ള സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റീരിയോ എക്സ്പീരിയൻസ്, ഒരു ട്രൂ സ്റ്റീരിയോ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ക്വാളിറ്റി എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യാം. എന്തായാലും നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമായിട്ട് തന്നെ എനിക്ക് അതും തോന്നി. പിന്നെ ഇതിനകത്ത് ഡുവൽ സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G ഒക്കെയാണ്, ഡുവൽ സിം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ Wi-Fi 6, വൈഫൈയുടെ ഏറ്റവും കൂടിയ പവർ, ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജി. Bluetooth 5, അതും ബ്ലൂടൂത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടെക്നോളജിയും കാര്യങ്ങളും. അങ്ങനെ NFC അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഇതിനകത്തുണ്ട്. സോ ഓവറോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന രീതിയിൽ നോക്കിയാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 865, Adreno 650 GPU. സോ പവർഫുൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. LPDDR5 ഏറ്റവും നല്ല റാമും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. UFS 3.0 ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയ സ്റ്റോറേജ് സംവിധാനങ്ങൾ. MIUI 11 പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഇനി ഒന്നും പറയാനില്ല. X55 മോഡം, 5G മോഡം അടക്കം ഇതൊരു 5G ഫോണായിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ 5G ഉണ്ടോ, 5G എപ്പോൾ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒരു 1-2 വർഷം എന്തായാലും എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ ഒരു ഡിലേ ഉള്ളപ്പോൾ തന്നെയും 5G ഫോണുകൾ നേരത്തെ കുറച്ച് മുൻകൂട്ടി ഇപ്പോൾ കുറച്ച് നാളത്തേക്കൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടൊക്കെ ഫോൺ എടുക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും 5G ഫോൺ എന്ന രീതിയിൽ MIയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഒരു 5G ഫോൺ തന്നെ കയ്യിലിരിക്കും. എന്തായാലും ഇങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്, ഒരു നല്ല പവർഫുൾ സെറ്റപ്പ്. ഈ ഫോണിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയ കാര്യം ഈ ഒരു പെർഫോമൻസ് ഒന്നുമല്ല ഇവർ പറയുന്നത്, ക്യാമറയാണ്. Mi സീരീസ് ഫോണുകൾ എപ്പോഴും ക്യാമറയ്ക്ക് ബെസ്റ്റ് ക്വാളിറ്റി കൊടുക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. Mi 9 ഒക്കെ അടിപൊളി ക്യാമറ ഫോണാണ്. Mi 10ലേക്ക് വരുമ്പോഴും ക്യാമറ ഒട്ടും മോശമല്ല. ഇന്നിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 108 മെഗാപിക്സൽ ക്യാമറ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാംസങ്ങിന്റെ S20 അൾട്രയാണ്. ഇന്നിപ്പോൾ രണ്ടാമതൊരു ഫോൺ കൂടി വരികയാണ്, അത് Mi 10 ആണ്. 108 മെഗാപിക്സലിന്റെ ക്യാമറ സെറ്റപ്പുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. മെയിൻ ക്യാമറയാണ് 108 മെഗാപിക്സൽ. ഇതിനകത്ത് 8K വീഡിയോ വരെ ഷൂട്ട് ചെയ്യാം. നമുക്ക് സാംസങ്ങിന്റെ S20ൽ നമുക്ക് ഈ ഒരു 8K വീഡിയോ റെക്കോർഡിംഗ് ഫീച്ചർ കാണാം. ഈ ഒരു ഫോണിനകത്തും നമുക്ക് 8K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. സാംസങ്ങിന്റെ ഫോൺ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ചോദിച്ചാൽ അതിന്റെ സെയിം ക്യാമറ സെറ്റപ്പ് ആയതുകൊണ്ട് മാത്രമാണ്. അത് വേറെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതിന് 90,000 രൂപയുടെ മുകളിലാണ് പ്രൈസ്. അതിനെ തമ്മിൽ കമ്പയർ ചെയ്യല്ല, ഇങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ആ ഒരു ഫോണിൽ കാണുന്ന 8K റെക്കോർഡിംഗ് ഫീച്ചറൊക്കെ ഇതിനകത്തും വരുന്നുണ്ട്, സെയിം 108 മെഗാപിക്സൽ ക്യാമറ അടക്കം. പിന്നെ എന്തിനാണ് ഈ 8K വീഡിയോ റെക്കോർഡിംഗ്, എന്തിനാണ് ഈ 108 മെഗാപിക്സൽ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അതിന് ഉത്തരവില്ല. പക്ഷേ ഒരു ഏറ്റവും കൂടിയ റെസൊല്യൂഷനുള്ള ഒരു ക്യാമറ, അത്രയും വലിയ ഫീച്ചറോട് കൂടി നമുക്കൊരു ഫോണിൽ 8K ഒക്കെ റെക്കോർഡ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല പവർഫുൾ ആയ ഒരു ഫീച്ചർ തന്നെയാണ്. കുറവൊന്നും പറയാനില്ല. എന്തായാലും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം. എന്തായാലും 8K ഒക്കെ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാം. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്.
പിന്നെ അടുത്ത ക്യാമറകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 13 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറും. ജസ്റ്റ് എണ്ണം തയ്ക്കാൻ വേണ്ടി വെച്ച പോലെയാണ്. വലിയ ക്വാഡ് ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ യൂസ്ഫുൾ ആയ ഒരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. ബട്ട് മെയിൻ ക്യാമറ 108 മെഗാ പിക്സൽ തീർച്ചയായിട്ടും ഒരു പവർഫുൾ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറ നോക്കിയാൽ 20 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയുണ്ട്. അത് ഈ പറയുന്ന ചെറിയൊരു പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയാണ് ഇതിന്റെ ക്യാമറ സെറ്റപ്പ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയ സെറ്റപ്പ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ 120 ഫ്രെയിം പെർ സെക്കൻഡ് സ്ലോ മോഷനും റോ ഇമേജും പോർട്രേറ്റ് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കിക്കൊണ്ടുള്ള വീഡിയോ എടുക്കാനുള്ള ഫീച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗത്തും വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ക്യാമറയുടെ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇതൊക്കെ അതിൻ്റെ ജസ്റ്റ് ഫീച്ചേഴ്സ് മാത്രമാണ്. എന്തായാലും ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് റിവ്യൂസ് കണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തായാലും റിവ്യൂസ് ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഫോൺ എല്ലാവർക്കും ഇപ്പോൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. എന്തായാലും വരുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ബാറ്ററിയിലേക്ക് നോക്കിയാൽ 4780 mAh ബാറ്ററിയാണ്. അപ്പോൾ ഒരു 5000 mAh അടുത്തേക്ക് വരുന്ന ഒരു ബാറ്ററി ഉണ്ട്. അപ്പം നല്ല പവർഫുൾ ആയ ഒരു ബാറ്ററി, ഒപ്പം നല്ല പവർഫുൾ ആയ പ്രോസറും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നല്ല ബാറ്ററി ലൈഫ് എക്സ്പെക്ട് ചെയ്യാം. ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടി വയേർഡ് ചാർജിങ്ങും വയർലെസ് ചാർജിങ്ങും 30 വാട്ട് തന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പം നല്ല പവർഫുൾ ആയ ഫാസ്റ്റ് ചാർജിങ് സംവിധാനമാണ് ഈ ഒരു ഫോണിനകത്തുള്ളത്. 10 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ വേരിയന്റ് 8GB RAM 128GB സ്റ്റോറേജ് ആണ്. 2 മോഡലാണുള്ളത്. അതിൽ 8GB RAM 128GB സ്റ്റോറേജിന് 50,000 രൂപയാണ്. 55,000 രൂപ വരുന്നുണ്ട് 8GB RAM 256GB സ്റ്റോറേജിന്. അപ്പോൾ അത് 55,000 രൂപയ്ക്കാണ്. ഇവിടെ കട്ട കോമ്പറ്റീഷൻ ആയിട്ട് OnePlusന്റെ 8 Pro നിൽക്കുന്നുണ്ട്. നമുക്കറിയാം ആ ഒരു ഫോണിന്റെ കാര്യങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് കോമ്പറ്റീഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതൊരു നല്ല കോമ്പറ്റീഷൻ ആണോ? ഏതായിരിക്കും ബെറ്റർ? നിങ്ങൾ ആ ഫോണിനെ കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ മറന്നുപോയെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് കണ്ടു നോക്കുക. ആ ഫോണാണോ ഇതാണോ ബെറ്റർ ആയിരിക്കുക? അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. നമുക്കിത് പ്രീ ബുക്ക് ചെയ്യാം. കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് ഒരു പവർ ബാങ്ക് 2000 രൂപയോളം വരുന്ന ഒരു പവർ ബാങ്ക് ഫ്രീ കൊടുക്കുന്നുണ്ട്. HDFC കാർഡ് ഉപയോഗിച്ചാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ 3000 രൂപയുടെ ക്യാഷ് ബാക്കും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 8 തൊട്ടാണ്. ഡെലിവറി കാര്യങ്ങളൊക്കെ എപ്പോഴാണെന്ന് നമുക്കറിയില്ല. എന്തായാലും അറിയുമ്പോൾ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും പ്രീ ബുക്കിംഗ് 8 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് പ്രീ ബുക്ക് ചെയ്യാം. mi.com-ലും amazon.com-ലുമാണ് ഈ ഒരു ഫീച്ചർ, ഈ പ്രീ ബുക്കിംഗ് ഇപ്പോഴേക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഷോപ്പുകളിലേക്ക് ഏറ്റവും അടുത്ത് തന്നെ എത്തുമെന്നാണ് പറയുന്നത്. പ്രീ ബുക്കിംഗ് ഷോപ്പുകൾ ഉള്ളതായിട്ട് പറയുന്നില്ല. ഈ 2 വെബ്സൈറ്റുകളുടെ പേര് മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 വെബ്സൈറ്റുകൾ കയറി സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടും. അപ്പോൾ ഇത്രയുമാണ് Mi 10 5G എന്ന് പറയുന്ന ഷവോമിയുടെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിച്ചതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആയ ഫോണായിട്ട് തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ കട്ട കോമ്പറ്റീഷൻ ഈ ഏരിയയിൽ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.